കൊല്ലം ആശ്രാമത്ത് മാസങ്ങൾക്ക് മുൻപുണ്ടായ അപകടത്തിൽ വയോധികൻ മരിച്ചത് കൊലപാതകമെന്ന് തെളിഞ്ഞു. സംഭവത്തിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപന മാനേജറായ വനിതയടക്കം 5 പേർ അറസ്റ്റിൽ. മരിച്ച പാപ്പച്ചന്റെ നിക്ഷേപ തുക തട്ടിയെടുക്കാനുള്ള ഗൂഢാലോചനയെ തുടർന്നായിരുന്നു കൊലപാതകം. 18 ലക്ഷം രൂപയുടെ കൊട്ടേഷനിലൂടെയാണ് പാപ്പച്ചനെ കൊലപ്പെടുത്തിയത്. കണ്ണൻ നായർ വിവരങ്ങളുമായി ചേരുകയാണ്. കണ്ണൻ, ഒരു വയോധികന്റെ അപകട മരണം ഉണ്ടാകുന്നു, അതേ തുടർന്നുള്ള അന്വേഷണം ഒരു വലിയ കൊലപാതകത്തിന്റെ ചുരുളഴിക്കുകയാണ്. 78 ലക്ഷം രൂപ നിക്ഷേപമുണ്ടായിരുന്ന ഒരു മനുഷ്യനെ കൊലപ്പെടുത്തി അത് സ്വന്തമാക്കുക എന്ന് പറയുന്ന വളരെ ഒരു ക്രൂര ബുദ്ധി അത് നടപ്പിലാക്കുകയായിരുന്നു ഒരു സംഘം. തീർച്ചയായിട്ടും അത് ഒരു ക്രൂര കൊലപാതകം തന്നെയാണ് ഈ സംഭവത്തിൽ ഉണ്ടായത്. ഒരു അപകടമരണമായി എഴുതിത്തള്ളേണ്ടിയിരുന്ന ഒരു കേസാണിത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പാപ്പച്ചന്റെ ബന്ധുക്കൾ ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ പറഞ്ഞിരുന്നത് പാപ്പച്ചന് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു പരാതിയായിരുന്നു. പക്ഷേ അതിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് ഇതിനകത്തുള്ള കൊലപാതകം എന്നുള്ള കാര്യത്തിലേക്ക് എത്തിയത്. പാപ്പച്ചൻ 78 ലക്ഷം രൂപ ആസാമത്തെ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിക്ഷേപിച്ചിരുന്നു. ആ പണമിടപാടിനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് ലഭിച്ചതോടുകൂടിയാണ് ഇത് സംബന്ധിച്ച് ഒരു വ്യക്തമായ കൊലപാതകം എന്നുള്ള വിവരത്തിലേക്ക് എത്തിയത്. കാര്യം ഈ പണമിടപാട് സ്ഥാപനത്തിലെ മാനേജറായിട്ടുള്ള സരിത, അവിടുത്തെ അക്കൗണ്ടന്റായിട്ടുള്ള അനൂപ്, ഒപ്പം തന്നെ അനിമോൻ എന്ന് പറയുന്ന കൊട്ടേഷൻ ഏറ്റെടുത്ത വ്യക്തി, മറ്റ് 2 പേർ ഇയാൾക്കൊപ്പം സഹായിയായി നിന്നിട്ടുള്ള മറ്റ് 2 പേരെ കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുകയും അതിന്റെ പേരിൽ ഈ 5 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ സരിതയും അനൂപും ആദ്യം 2 മൊബൈൽ സിം കാർഡുകൾ വാങ്ങിയിരുന്നു. അതിലൂടെയാണ് അനിമോനുമായി ഈ കൊലപാതകത്തിന് മുമ്പ് തന്നെ സംസാരിച്ചിരുന്നത്. അത് സൈബർ സെല്ലിന്റെ പരിശോധനയിൽ പോലീസിന് വ്യക്തമായി. അതിനുശേഷം ഇവർ ഈ ആൾക്കാരുമായി സംസാരിച്ചിരുന്നില്ല. പിന്നീട് ഈ മക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്താണ് സംഭവം എന്നതിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഈ സരിതയും അക്കൗണ്ടന്റ് അനൂപിനെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താൻ പോലീസ് ശ്രമിച്ചിരുന്നു. എന്നാൽ അവർ ആദ്യം ആ അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറായില്ല. അതോടുകൂടിയാണ് പോലീസിന് കൂടുതൽ സംശയം ബലപ്പെട്ടത്. ഒപ്പം തന്നെ ആദ്യം 2,40,000 രൂപയായിരുന്നു ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു കൊട്ടേഷൻ നൽകിയത്. ആദ്യം 3 ശ്രമങ്ങൾ ഓട്ടോ ഇടിച്ച് കൊലപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി. എന്നാൽ സൈക്കിളിൽ യാത്ര ചെയ്യുകയായിരുന്ന ഈ പാപ്പച്ചനെ ആദ്യ 3 ശ്രമത്തിൽ കൊലപ്പെടുത്താൻ സാധിച്ചില്ല. അതിനുശേഷമാണ് പിന്നീട് കാർ വാടകയ്ക്കെടുത്ത് ആ കാർ ഉപയോഗിച്ച് ആസാമത്ത് വെച്ച് ഇടിച്ച് കൊലപ്പെടുത്തുന്നത്. ആ CCTV ദൃശ്യങ്ങളും അന്ന് പുറത്തു വന്നിരുന്നു. അന്ന് ആ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു അപകട മരണം എന്ന് സംബന്ധിച്ച വാർത്തയടക്കം നമ്മൾ നൽകുകയും ചെയ്തതാണ്. പിന്നീടുള്ള അന്വേഷണത്തിലാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ 5 പേരെയും ഇപ്പോൾ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കും. അതിനുശേഷം ഇന്ന് വൈകിട്ടോടുകൂടി കോടതിയിൽ ഹാജരാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ശരി, കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്.